ായിരുന്നു ഇരു രാജ്യങ്ങളും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. പക്ഷേ ആ ബന്ധത്തിന് വിള്ളൽ വീഴുന്നത് കഴിഞ്ഞ നവംബർ മുതൽ. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ തുറന്ന യുദ്ധം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് 22-ാം തീയതിയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ വ്യോമ ആക്രമണം നടത്തുന്നത്. അന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 18 പേർ കൊല്ലപ്പെട്ടു. അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യം വെച്ചു. അതിന് പിന്നാലെയാണ് 27-ാം തീയതി, അതായത് ഇന്നലെയാണ് തുറന്ന യുദ്ധം എന്ന പ്രഖ്യാപനത്തിലേക്ക് ഖ്വാജ ആസിഫ് കടന്നത്, പാകിസ്ഥാൻ കടന്നത്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ലക്ഷ്യം വെച്ചു, കാബൂൾ അടക്കമുള്ള നഗരങ്ങൾ ലക്ഷ്യം വെച്ചു എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് 297 പേരെ കൊല്ലപ്പെടുത്തി, അഫ്ഗാൻ പോരാളികളെ കൊല്ലപ്പെടുത്തി, 450-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്ന അവകാശവാദം കൂടി ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നും സമാനമായ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. 55 പാക് സൈനികരെ ഇതിനോടകം തന്നെ കൊലപ്പെടുത്തി, 19 പാക് പോസ്റ്റുകൾ പിടിച്ചെടുത്തു എന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് അതിർത്തിയിൽ അതുകൊണ്ട് തന്നെ വലിയ സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോഴും പ്രധാന അവകാശവാദം ഉന്നയിക്കുന്നത് അവരുടെ വ്യോമ താവളങ്ങളൊക്കെ തന്നെ, സൈനിക താവളങ്ങളൊക്കെ തന്നെ ലക്ഷ്യം കണ്ടു എന്നൊരു അവകാശവാദം കൂടി ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി അത്തൗള തരാർ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും സംഘർഷത്തിന് ഒട്ടും കുറവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാബൂൾ അടക്കമുള്ള നഗരങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഈ സംഘർഷം പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, പാകിസ്ഥാനുമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ കൂടി വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക പാകിസ്ഥാന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ അവരുടെ ഭൂമി സംരക്ഷിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന പ്രതികരണമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. മാത്രവുമല്ല, പാക് ഭരണകൂടത്തെയും ഒപ്പം തന്നെ പാക് സൈനിക മേധാവിയും ഒക്കെ തന്നെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കണം ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഇത്തരമൊരു നിലപാടിലേക്ക് കടന്നിട്ടുള്ളത്. ഏതായാലും ഐക്യരാഷ്ട്രസഭയൊക്കെ തന്നെ ഈ വിഷയത്തിൽ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. സംഘർഷം എത്രയും വേഗം ലഘൂകരിക്കണം എന്ന നിലപാടാണ് ഐക്യരാഷ്ട്രസഭ ഇതിനോടകം തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഈ പ്രതികരണത്തിന് വന്നിട്ടുണ്ട്. ഇന്ത്യ നേരത്തെ ഇത്തരത്തിൽ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ അപലപിക്കുന്ന നിലപാട് ഇന്ത്യയും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങളും ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്.